ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ട്രെയിലർ കണ്ട സമയത്ത് എന്തായാലും തിയേറ്ററിൽ പോയി കാണണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച ഒരു സിനിമയായിരുന്നു പടക്കളം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ സിനിമ ഇന്നലെ പോയി കണ്ടു. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പടക്കളം മനു സ്വരാജാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നിതിൻ സി ബാബു, മനു സ്വരാജും ചേർന്നാണ് ഈ സിനിമ എഴുതിയിട്ടുള്ളത്. ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ, പിന്നെ സന്ദീപ് പ്രദീപ്, അരുൺ അജികുമാർ, അരുൺ പ്രദീപ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം ഈ സിനിമയുടെ ജേണർ എന്താണെന്ന് നോക്കിയാൽ ഒരു കോമഡി ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഫാന്റസി ജേണറൊക്കെ സിനിമകൾ അത്ര അങ്ങോട്ട് എന്താ പറയുക ഫലിപ്പിക്കാൻ പറ്റാറില്ല നമുക്ക് സാധാരണ മലയാള സിനിമകളിൽ. പക്ഷെ ഈ സിനിമ എന്നുള്ളത് പിന്നെ ഒരു ഫൺ റൈഡ് തന്നെയാണ്. ചിരിയുടെ മഹാലപ്പടക്കത്തിന് തിരി കൊടുക്കുക പറയില്ല, ആ രീതിയിലുള്ള ഒരു ഫൺ റൈഡ് തന്നെയാണ് ഈ ഒരു സിനിമ. അതുകൊണ്ട് തന്നെ ആ ഒരു ഫാന്റസി എലിമെന്റ് കൂടി ചേരുന്ന സമയത്ത് നമ്മളെ പിടിച്ചിരുത്താൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് സിനിമ തുടങ്ങി, ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് ഇത് കയ്യിൽ നിന്ന് പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്താ പറയുക, ഒന്നുകൂടി വർക്കാകുന്നില്ലായിരുന്നു. ഒരു കോമഡി ആയിക്കോട്ടെ, ഇത് എന്താണ് സംഭവം എന്നുള്ള ഒന്നും ഒരു വർക്കാകുന്നില്ലായിരുന്നു. പക്ഷെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു എന്താ പറയുക വേറൊരു ലെവലിലേക്കാണ് സിനിമ പോയെന്നുള്ളതാണ്. പിന്നെ നല്ല ചിരിക്കാണ്ട് ആ സ്റ്റോറി, ആ ഒരു സംഭവം കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്നുള്ള തിരക്കഥ തന്നെയായിരുന്നു ഈ സിനിമയുടെ മെയിൻ സംഭവം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ഫാന്റസി എലിമെന്റ്സ് ഒക്കെ സാധാരണ VFX ചെയ്ത് പിന്നെ സാധാരണ കുളമാക്കാറാണ് പല സിനിമകളിലും. ഈ സിനിമ ഒരു ലോ ബഡ്ജറ്റ് മൂവി കൂടിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ തിരക്കഥയിലൂടെ തന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ അവരുടെ മേക്കിംഗ് കൊണ്ട് ഒക്കെ ആ ഒരു ലോ ബഡ്ജറ്റിൽ അവർ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ സിനിമയിൽ പറഞ്ഞു വെക്കേണ്ട ഒരു സംഭവം എന്നുള്ളത് പെർഫോമൻസിൽ സന്ദീപ് പ്രദീപ് എന്ന് പറഞ്ഞ സന്ദീപ് പ്രദീപ് അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം. സന്ദീപ് പ്രദീപ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആലപ്പുഴ ജിംഖാന ഉണ്ടായിരുന്നു. കിഡ്ലായിരുന്നു. 2 ലെയറായിട്ട് വരുന്ന ഒരു കഥാപാത്രങ്ങളാണ്. 2 ലെയറായിട്ട് വരുന്നുണ്ട് ഈ ഒരു കഥാപാത്രത്തിനും. ആ 2 ലെയറും സൂപ്പറായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇവർക്കൊക്കെ ഒരു ബാക്ക് സപ്പോർട്ടായിട്ടാണ് ഷറഫുദ്ദീനും സുരാജ് വെഞ്ഞാറമൂടും എന്നുള്ളത്. ഈ 4 ചെറുപ്പക്കാർക്ക് ഒരു ബാക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഈ സുരാജ് വെഞ്ഞാറമൂടും ഷറഫുദ്ദീനും ഈ സിനിമയിലുള്ളത് എന്നുള്ളതാണ്. 4 ചെറുപ്പക്കാർ അടിപൊളിയാക്കിയിട്ടുണ്ട്. കോമഡി കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ്. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ഒരു 20 മിനിറ്റ് കുറച്ചൊരു ഡൗൺ ആയി പോകുന്ന പോലെ തോന്നി. പിന്നെ അങ്ങോട്ട് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ ഇന്റർവൽ ബ്ലോക്ക് എന്നുള്ളത് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ഇന്റർവൽ ബ്ലോക്ക് ആയിരുന്നു എന്നുള്ളതാണ്. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മുടെ ക്യൂരിയോസിറ്റി നമുക്ക് നിലനിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഇന്റർവൽ ബ്ലോക്ക് കൂടിയായിരുന്നു. പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയങ്ങളിൽ കുറെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ സിനിമ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം കണ്ടുവരുന്ന ഒരു സംഭവമാണ് സെക്കൻഡ് പാർട്ടിനുള്ളൊരു ഒരു ഹിന്റ് ഇട്ട് വെച്ചിട്ട് സെക്കൻഡ് പാർട്ട് പടക്കളം 2 എന്നൊക്കെ കാണിച്ചിട്ട് ആ രീതിയിൽ ചെയ്യുന്നത്. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നും അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതൊരു നൈസായിട്ടുള്ളൊരു മൂവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ശരിക്കും പറയാവുന്ന ഈ സിനിമ കാണുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും ശ്രദ്ധിച്ചിരുന്ന് കാണുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സിനിമ കൂടിയാണ്. പിന്നെ ഫാമിലി ആയിട്ട് കാണാനും കൂട്ടുകാരായിട്ട് പോയി കാണാനും ഒക്കെ പറ്റിയൊരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ സിനിമയാണ്. കൈയടിച്ച് വിസിലടിച്ച് പൊട്ടിച്ചിരിച്ച് കാണാൻ പറ്റിയ സിനിമയാണ് പടക്കളം എന്നാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ, തിയേറ്ററിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നെ ഇതിലെ ടെക്നിക്കൽ സൈഡുകളൊക്കെ എല്ലാം മികച്ച രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഷറഫുദ്ദീൻ്റെ കഥാപാത്രം, സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഥാപാത്രം, എല്ലാവരും പെർഫോമൻസുകളൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.